ഹലോ ഗൈസ്, ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിൽ ദേവ്യാനി അനാമിക ഒരു മോശം സ്വഭാവക്കാരിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അവളുടെ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് ദേവ്യാനിക്ക് മനസ്സിലാകുന്ന എപ്പിസോഡാണ് കേട്ടോ. ഇതുവരെ അനാമികയാണ് ഇവിടുത്തെ ആദ്യ മരുമകൾ എന്ന് പറഞ്ഞു നടന്നിരുന്ന ദേവ്യാനിക്ക് അത് മാറ്റി പറയേണ്ട അവസ്ഥയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാട്ടോ. ഫസ്റ്റ് എനിക്ക് കാണിക്കുന്നത് അനന്തപുരിയിലെ രാവിലെ സമയമാണ് കേട്ടോ. ദേവ്യാനി രാവിലെ തന്നെ കുളിച്ച് മാറ്റി ഒരുങ്ങി സോഫയിൽ വന്നിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ നയന ദേവ്യാനിയുടെ മുന്നിലേക്ക് ചായയായിട്ട് വരുന്നുണ്ട്. അമ്മേ ചായ. ആദർശ് എഴുന്നേറ്റില്ലേ? അത് ആദർശേട്ടൻ എഴുന്നേറ്റു, ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ആദർശിനോട് ഇന്ന് ഞാൻ ഓഫീസിൽ പോകണ്ടെന്ന് പറഞ്ഞതാണല്ലോ. ഇന്ന് അനാമിക മോളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ബന്ധുക്കൾ വരും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകിയും ജലജയും വരുന്നത്. അപ്പൊ തന്നെ ജലജ പറയുന്നുണ്ട്, നൈനെ എനിക്കൂടി ഒരു ചായ എടുക്ക്. ജാനകി നീ ചായ കുടിച്ചിരുന്നോ? ഇല്ല. എങ്കിൽ പിന്നെ ജാനകിക്കും എടുത്തോ. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അല്ല അപ്പൊ അനാമിക മോൾ എഴുന്നേറ്റില്ലേ? അപ്പൊ ജലജ പറയുന്നുണ്ട്, അയ്യോ അത് നേരാണല്ലോ, അമ്മായിമ്മക്ക് ഇത്ര നേരായിട്ട് മരുമകൾ ചായ കൊണ്ട് തന്നില്ലേ? അതും ആദ്യത്തെ ദിവസം തന്നെ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, സമയം 9:30 കഴിഞ്ഞു, ഇപ്പോഴും അനാമിക എഴുന്നേറ്റില്ലെന്ന് വെച്ചാ? അപ്പൊ ജാനകി പറയുന്നുണ്ട്, അത് പിന്നെ ഏട്ടത്തി, ഇന്നലെ അനാമിക മോള് ഒരുപാട് നേരം വൈകിയല്ലേ കിടന്നത്, അതുകൊണ്ടായിരിക്കും, പാവം ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതായിരിക്കും. അപ്പൊ ജലജ പറയുന്നുണ്ട്, എന്തായാലും സമയം 9:30 കഴിഞ്ഞു, ഇനിയിപ്പോ ആരെങ്കിലും പോയി വിളിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, നൈനെ നീ ചെന്ന് അനാമികയെ പോയി വിളിച്ചേ. ശരിയമ്മേ. അപ്പൊ ജാനകി പറയാ, അതെ ഒന്ന് നിന്നേ നൈനെ, നീ പോണ്ട, എന്റെ മരുമകളെ വിളിക്കാനേ എനിക്കറിയാം, നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്റെ മരുമകളുടെ ആദ്യത്തെ ദിവസം തന്നെ നിന്നെ കണി കണ്ടോണ്ടാവരുതെന്ന് എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ തന്നെ പോയി വിളിച്ചോളാം. ഇതും പറഞ്ഞ് ജാനകി അനാമികയെ വിളിക്കാൻ പോകുന്നുണ്ട്. നയനിക്കാണെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷമാവാണ് കേട്ടോ. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ജാനകി ആയിരുന്നല്ലോ നിന്റെ ഏക സപ്പോർട്ട്, ഇപ്പൊ ജാനകി നിന്നെ കഴിയൊഴിഞ്ഞിരിക്കുന്നു, അതും ജാനകിയുടെ മനസ്സിൽ നിന്നോട് അത്രയ്ക്ക് വെറുപ്പായിപ്പോ, അതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ജലജയുടെ ഈ കുത്തി നോവിക്കുന്ന വാക്ക് കേട്ടപ്പോ തന്നെ നയനയ്ക്ക് ഒരുപാട് വിഷമാവാട്ടോ. നയന അവിടുന്ന് പതുക്കെ പോകുന്നുണ്ട്. അപ്പൊ ദേവ്യാനി ജലജയോട് ചോദിക്കുന്നുണ്ട്, ഈ അനാമികയെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം? ഞാനിത് ഏട്ടത്തിൽ നിന്നും പ്രതീക്ഷിച്ചതാ, ഉള്ളത് പറയാലോ ഏട്ടത്തി. അവളെ ഒരു പേരും കല്യാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവിടെ ഉള്ള രണ്ടെണ്ണത്തിനേക്കാളും വിശപ്പാമ്പാണെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ദേ ജലജ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിന്നോട് അങ്ങനെയല്ല ചോദിച്ചത്. ചിലപ്പോ വലിയ കുടുംബത്തിലായതുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ പിള്ളേർക്ക് കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അവരൊക്കെ ഇപ്പൊ മോഡേണായിട്ട് ചിന്തിക്കുന്നവരാ. അങ്ങനെയുള്ള കുട്ടിയായിരിക്കും അനാമിക. സാരമില്ല, നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. പിന്നെ ദേ ജലജ, നീ ഇപ്പൊ പറഞ്ഞ സംസാരം ഉണ്ടല്ലോ, മേലിൽ ഇത് ആവർത്തിക്കരുത്. നിന്റെ വാ തുറന്നാ ഇങ്ങനെയില്ലാതെ നല്ലതൊന്നും വരില്ലേ? അപ്പോഴാണ് ഡൈനിങ് ഹാളിലേക്ക് അനി വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ദേവ്യാനി അനിയെ കണ്ട് ചോദിക്കുന്നുണ്ട്, അനി നീ എഴുന്നേറ്റോ? ഞാൻ രാവിലെ എഴുന്നേറ്റു അല്ലേമ്മേ. എന്നാ പിന്നെ അനാമിക മോളെ എഴുന്നേറ്റ് കാണുമല്ലോ അല്ലേ? താഴേക്ക് കണ്ടില്ല. അവള് ഞാൻ എഴുന്നേക്കുമ്പോഴൊന്നും എഴുന്നേറ്റിട്ടില്ല, ഇനി എഴുന്നേറ്റൊന്നും എനിക്കറിയത്തൂല്ല. അല്ല നയനേടത്തി എവിടെ? നീ ഇപ്പൊ എന്തിനാ നയനേടത്തി അന്വേഷിക്കുന്നത്? ഇപ്പൊ നീ നിന്റെ ഭാര്യയാണ് അന്വേഷിക്കേണ്ടത്. ദേവല്യമ്മേ, നിങ്ങളൊക്കെ എനിക്ക് പിടിച്ചു കിട്ടി ചെന്ന പെണ്ണുണ്ടല്ലോ, അവളിപ്പോ അവിടെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും. അതുകൊണ്ടേ രാവിലെ എഴുന്നേറ്റ് ഒരു കപ്പ് ചായ കിട്ടണമെന്നുണ്ടെങ്കിലേ നയനേടത്തി എഴുന്നേറ്റേ മതിയാകൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നയനേടത്തി എവിടെയെന്ന്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ജാനകി അനാമികയായിട്ട് വരുന്നുണ്ട്. അപ്പൊ അനി പറയുന്നുണ്ട്, ദേ വരുന്നു, ചോദിച്ചു നോക്ക്. അപ്പൊ ജാനകി പറയുന്നുണ്ട്, ഇന്നലെ ഫംഗ്ഷനിലൊക്കെ മോള് നല്ല ആക്റ്റീവായിരുന്നു, അതുകൊണ്ട് തന്നെ മോക്ക് നല്ല ക്ഷീണമുണ്ട്, 1-2 ദിവസം ഇത് കാണും. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അനാമിക വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല വല്യമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോളെ ഒരു 6 മണി ആവുമ്പോഴെങ്കിലും എഴുന്നേക്കുന്നത് നല്ലതാ. അപ്പൊ ജലജ പറയുന്നുണ്ട്, അതിങ്ങനെ ശരിയാവുക, ഇവിടെ ഏറ്റവും മടിച്ചായി എന്റെ മരുമകൾ എഴുന്നേൽക്കും 5 മണിക്ക്. എന്തിനു പറയണം, ഞങ്ങൾ വരെ 5 മണിയാകുമ്പോഴത്തേന് എഴുന്നേൽക്കും. സത്യം പറയാലോ, അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു കപ്പ് ചായ ആയിട്ട് നയന ഇവിടെ ഉണ്ടാകും. അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട് കേട്ടോ. വലിയ സന്തോഷത്തിലാണ് നയന വരുന്നത്. എന്നിട്ട് നയന അനാമികയോട് ചോദിക്കുന്നുണ്ട്, അനാമിക നീ എഴുന്നേക്കാൻ നേരം വൈകിയോ? കുറച്ച് വൈകി. അപ്പൊ ജലജ പറയുന്നുണ്ട്, ഇതൊന്നും ഇപ്പൊ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതെ നിങ്ങൾ പോയി എനിക്കൊരു കപ്പ് ചായ എടുക്ക്, പിന്നെ എനിക്ക് മധുരം നന്നായിട്ട് വേണം. ഇത് കേട്ടപ്പോ ജാനകിക്കും ദേവ്യാനിക്കും ഒക്കെ ആകെ എന്തോ പോലെ ആവട്ടോ. ജാനകി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ആദ്യത്തെ ദിവസമാണ്, നേരത്തെ എഴുന്നേറ്റ് കിച്ചണിൽ കയറി ഒരു കപ്പ് ചായ എല്ലാവർക്കും ഇട്ടു തരണം. അതിനു പകരം ഇവള് മറ്റുള്ളവരോട് കൽപ്പിക്കുകയാണല്ലോ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, മോൾ ആദ്യമായിട്ട് ഈ വീട്ടിലെ തുടക്കം, അതുകൊണ്ട് മോള് തന്നെ വലതുകാലി വെച്ചിട്ട് എല്ലാവർക്കും ഒരു കപ്പ് ചായ ഇട്ടതാ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതിന് ഞാൻ ചായ ഇടേണ്ട ആവശ്യം എന്തിരിക്കുന്നു, അതിനല്ലേ ഇപ്പൊ ഇവരുള്ളത്. പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കാൻ വലിയ അറിവൊന്നുമില്ല, കിച്ചണിലെ ഞാൻ കയറാത്തതാ. അപ്പോൾ നയന പറയുന്നുണ്ട് കേട്ടോ, എങ്കിൽ പിന്നെ ഞാൻ ചായ ഇട്ട് തരാം, അനാമിക എല്ലാവർക്കും കൊണ്ടു കൊടുക്ക്. അയ്യോ ഒരു ചായ ഇട്ടെങ്കിലേ നിങ്ങൾക്ക് തന്നെ അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? ദേ വല്യമ്മേ നോക്കി, വല്യമ്മയുടെ മരുമകളെ കയറി വന്നപ്പോ തന്നെ എന്നെ ഭരിക്കാൻ നോക്കുക. ദേവ്യാനിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇവളുടെ സ്വഭാവമൊക്കെ ദേവ്യാനിക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായി വരികയാണ്.
അപ്പൊ ദേവിയേനെ പറയുന്നുണ്ട്, ദേ അനാമിക കിച്ചണിൽ കയറിയിട്ട് നയനെ പറഞ്ഞു എന്നൊക്കെ പഠിക്കും. ഒരു ചായ പോലും ഇടാൻ അറിയില്ലെന്ന് പറഞ്ഞാൽ അത് മോശമാണ് കേട്ടോ. അപ്പൊ ജലജ പറയുന്നുണ്ട്, മോശമാണോന്നോ? അയ്യോ, ആരോടെങ്കിൽ പറയാൻ പറ്റുമോ? ഒരു ഗ്ലാസ് ചായ ഇടാൻ പോലും അറിയത്തില്ലാത്ത മരുമകളാണ് അനന്തപുരിയിലേക്ക് കയറി വന്നതെന്ന്. കഷ്ടം തന്നെ. ഇങ്ങനെ നോക്കിയാ ഇതിനേക്കാൾ മെച്ചം ഞങ്ങളുടെ മരുമക്കളാ. അപ്പൊ ജാനകി പറയുന്നുണ്ട്, അയ്യോ മോൾക്ക് ഇതൊന്നും വലിയ വശമില്ല. എന്നോട് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചണിലൊന്നും അധികം കയറ്റാറില്ലെന്ന്. അതുകൊണ്ട് അവൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. മോള് പതുക്കെ പഠിച്ചോളല്ലോ. എന്നാലും ഭയങ്കര വെയിറ്റ് ഇട്ട് നിൽക്കുകയാണ് കേട്ടോ അനാമിക. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, നയനെ ഇന്നെന്താ കാപ്പിക്ക്? ഇഡ്ലിയും സാമ്പാറും പിന്നെ ദോശയുണ്ട്, ചമ്മന്തിയും ചട്നിയും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അനാമിക്ക് ദേഷ്യപ്പെടാട്ടോ. എന്തോന്ന് ദോശ ഇഡ്ലിയോ? അതിനെ കൂടെ സാമ്പാറും ചട്നി? അയ്യോ എനിക്ക് ഇഷ്ടമില്ലാത്ത കോമ്പിനേഷൻ. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, അയ്യോ മോള് നയനയുടെ ഭക്ഷണം ഒന്നും കഴിക്കായിട്ടാ. സത്യം പറയാലോ, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ അസാധ്യ രുചിയാ. ദേവേനയുടെ വാക്കുകൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കാക്കുന്നുണ്ട് കേട്ടോ. നയനയ്ക്ക് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ദേ എനിക്കിപ്പോൾ അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ നോൺ വെജ് കിട്ടണം. നല്ല ബീഫും പുട്ടും അതും ചൂടുള്ളത് തന്നെ കിട്ടണം. ദേ ഹോട്ടലിൽ നിന്നൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്നാ മതി. അപ്പൊ നവ്യ പറയുന്നുണ്ട് കേട്ടോ, ദേ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ നീ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കും. ഇല്ലാതെ നിനക്കിങ്ങനെ നേരത്തിന് വെച്ച് വിളമ്പി ഉണ്ടാക്കി തരാൻ നിൽക്കുകയാണോ ഞങ്ങള്? അതിന് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, ഞാൻ ഇവരോടല്ലേ പറഞ്ഞത്. ഇവർക്ക് പറ്റില്ലെങ്കിൽ ഇവര് പറയട്ടെ. ദേ അവൾ എന്റെ അനിയത്തിയാ, അവള് ഞാൻ പറഞ്ഞതിനപ്പുറം നിൽക്കില്ല. ഓ അപ്പൊ അങ്ങനെയാണ്. ദേ വല്യമ്മ തന്നെയല്ലേ പറഞ്ഞത്, എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് ഇവരോട് ചോദിക്കണമെന്ന്. ഇവരത് അപ്പം നിറവേറ്റി തരുന്നൊക്കെ. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, ദേ മോളെ എല്ലാവരും ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കാറ്, അതിനെ ആരും എതിർത്ത് പറയാറില്ല. മോൾക്ക് നോൺ വെജ് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കാം, ഇപ്പോ അതൊക്കെ കഴിക്കാലോ. അപ്പൊ അനി പറയുന്നുണ്ട് കേട്ടോ, സബാഷ്, എല്ലാവരും കേട്ടല്ലോ. ഇവളുടെ സ്വഭാവം ഇനി കൂടുതൽ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ ഓവറായോ? വേണ്ടിയില്ലായിരുന്നു, കുറച്ചധികം വെയിറ്റ് ഇടാൻ നോക്കിയതാ. ഇനി കുറച്ച് കുറയ്ക്കണം. വലിയമ്മേ കുഴപ്പമില്ല, ഇപ്പം ഞാനത് കഴിച്ചോളാം. എനിക്കെന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. എൻ്റെ വീട്ടിൽ അധികവും നോൺ വെജ് എനിക്ക് വേണ്ടി ഉണ്ടാക്കാറ്. അതൊന്നും കുഴപ്പമില്ല മോളെ, ഇപ്പോൾ ഉള്ളത് കഴിക്ക്. വേണമെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യിപ്പിക്കാം. അത് മോക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാ ഉച്ചയ്ക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞത്. ഇതും പറഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ ടേബിളിന്റെ ചുറ്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് അനാമിക. ഈ അനാമിക ആസ്വദിച്ച് കഴിക്കുന്ന കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട പോലെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആളിങ്ങനെ വാരി വലിച്ച് കഴിക്കുന്ന കണ്ടിട്ട് അപ്പൊ ജാനകിക്ക് ആകെ എന്തോ പോലെ ആവുക കേട്ടോ. അപ്പൊ ജാനകി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ കൊച്ചിതെന്താ കാണിക്കുന്നത്, ഭക്ഷണം കാണാത്ത പോലെ. എന്നെ എല്ലാ അർത്ഥത്തിലും നാണം കെടുത്താൻ ഒരുങ്ങിക്കുക. അപ്പൊ നവ്യ അബിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ദേ നോക്കിയേ വാരി വലിച്ച് തിന്നുന്നത്. ബീഫും പുട്ടി അവളുടെ തൊണ്ടയിലൂടെ ഇറങ്ങുള്ളൂ അത്രേ. ഇപ്പൊ ഇത് കഴിക്കുന്നത് നോക്കിയേ, അവൾക്ക് പരിസരബോധം പോലും ഇല്ല. ചുറ്റിലെ എല്ലാവരും അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അബി പറയുന്നുണ്ട്, വലിയ കോടീശ്വരിയല്ലേ, അവര് തന്നെ അനുഭവിക്കട്ടെ. ഓക്കെ, അപ്പൊ അടുത്തത് ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാട്ടോ. അപ്പൊ ആ എപ്പിസോഡ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തേക്കുക. അപ്പോഴത്തെ വീട്ടിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.